ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സകല മനുഷ്യ വിഭാഗവും മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളുമെല്ലാം ഈശ്വരാംശങ്ങളാണ് എന്ന വിശാല സങ്കല്പമാണ് ഹൈന്ദവ സങ്കല്പം. വ്യാസനും വാത്മീകിയും ആരാധ്യരായതുപോലെ കാക്കയും പരുന്തും പാമ്പുമെല്ലാം ഈശ്വരന്മാരുമായി ബന്ധപ്പെട്ടവയാണ് നമ്മുടെ പുരാണങ്ങളിൽ. കറുകപ്പുല്ല് മുതൽ അരയാൽ വൃക്ഷം വരെ ദേവന്മാർക്ക് പ്രിയപ്പെട്ട സസ്യങ്ങളാണ്. ഭൂമിയും ജലവും അഗ്നിയുമെല്ലാം ദേവന്മാരാണ്. ഇത്രത്തോളം വിശാലമായ വീക്ഷണം മറ്റെവിടെയാണ് കാണാൻ കഴിയുക? ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമവും കേവലം ഒരു പേരു മാത്രമല്ല, അത് പങ്കുവെക്കുന്നത് വിശാലമായ ആശയമാണ്. ദേവിയെ കാണാൻ മറ്റെങ്ങും പോകണ്ട, മനസ്സിൽ ഭക്തിയുടെ അഗ്നി ജ്വലിപ്പിച്ചാൽ മതി എന്നർത്ഥം. ഭക്തിപൂർവ്വം നമുക്ക് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. എന്റെ നെഞ്ചു കൊട്ടിപ്പാടണ തോറ്റം പാട്ട്, നിന്റെയുള്ള മലിയണയത് കേട്ട് കേട്ട്, എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട്, നിന്റെ കോവിൽ മുൻപിൽ എന്നും മീനൂട്ട്, എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. എന്റെ നെഞ്ചു കൊട്ടിപ്പാടണ തോറ്റം പാട്ട്, നിന്റെയുള്ള മലിയടിയത് കേട്ട് കേട്ട്, എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട്, നിന്റെ കോവിൽ മുൻപിൽ എന്നും മീനൂട്ട്, എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട്, മണ്ണിൽ വന്ന കൈലാസീശ നിന്നിരാട്ട്, തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട്, മണ്ണിൽ വന്ന കൈലാസീശ നിന്നിരാട്ട്, നിന്നടയിൽ വരുവോർക്കെല്ലാം ഇന്നും ചോറോട്ട്, നിന്നടയിൽ വരുവോർക്കെല്ലാം ഇന്നും ചോറോട്ട്, പറശ്ശിനിക്കടവിൽ ദേവാ നിൻ വിളയാട്ട്, എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. എന്റെ നെഞ്ചു കൊട്ടിപ്പാടണ തോറ്റം പാട്ട്, നിന്റെയുള്ള മലിയടിയത് കേട്ട് കേട്ട്, എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട്, നിന്റെ കോവിൽ മുൻപിൽ എന്നും മീനൂട്ട്, എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ, മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ.
ചിത്രത്തിലെ നായികയാണ് ദമയന്തി. മഹാഭാരതം വനപർവ്വത്തിൽ പറഞ്ഞു പോകുന്ന കഥയിൽ നായിക എന്ന നിലയിൽ കാണപ്പെടുന്ന ദമയന്തി നൈഷധം എന്ന സംസ്കൃത കാവ്യത്തിലും ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലും അത്യുജ്വല കഥാപാത്രമായി തിളങ്ങി നിൽക്കുന്നു. ദമയന്തിയെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നളചക്രവർത്തിയെക്കുറിച്ച് പരിചയപ്പെട്ടു. നളൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് സുഹൃത്തായിട്ട് കിട്ടിയ ഒരു ഹംസം, ആ ഹംസം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു രാജകുമാരിയുടെ രൂപലാവണ്യം സാക്ഷാൽ ദമയന്തി. അപ്പം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ദമയന്തിയെക്കുറിച്ചാണ്. ദമയന്തി എന്ന് പറയുന്ന പെൺകുട്ടി ലക്ഷ്മിക്ക് തുല്യം ചൈതന്യമുള്ളവളായിരുന്നു എന്നാണ് പറയുക. അത്രയധികം ഭംഗിയാണത്രേ ഈ ദമയന്തിയെ കാണാൻ. ദമയന്തിയുടെ രാജ്യം വിദർഭയാണ്. വിദർഭയിലുള്ള ഭീമൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജാവിൻ്റെ മകളായിട്ടാണ് ദമയന്തി ജനിക്കുന്നത്. ഈ ഭീമൻ എന്ന് പറയുന്ന രാജാവിന് കുറേ കാലം കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് വലിയ പുത്രദുഃഖം ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു മഹാത്മാവ് വന്നു, ഒരു മഹർഷി. ആ മഹർഷി അദ്ദേഹം വേണ്ട തരത്തിൽ ഉപചരിച്ചു, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, എല്ലാ തരത്തിലുള്ള പൂജകളും നടത്തി കൊടുത്തു. ആ സമയത്ത് ആ മഹർഷിക്ക് ഉണ്ടായ സന്തോഷം കൊണ്ട് അനുഗ്രഹിച്ചു, നല്ല മക്കൾ ഉണ്ടാവട്ടെ. അങ്ങനെ 3 ജ്യേഷ്ഠന്മാരും ഒപ്പം ദമയന്തി ഉണ്ടായിരുന്നതാണ്. 3 സഹോദരന്മാരുണ്ട് ദമയന്തിക്ക്, 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടിക്കാണ് ദമയന്തി എന്ന് പേരിട്ടത്. ദമയന്തി ചെറുപ്പം മുതലേ അഗ്രഗണ്യായിരുന്നു എല്ലാ വിഷയത്തിലും. അത് ആയുധാഭ്യാസം ആയിക്കോട്ടെ, അത് വേദം ആയിക്കോട്ടെ, പാണ്ഡിത്യം ആയിക്കോട്ടെ, ചികിത്സ ആയിക്കോട്ടെ, ഏതൊരു മേഖല എടുത്താലും അതിൽ ദമയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഗ്രഗണ്യയുടെ സ്ഥാനത്തുള്ള ആളാണ്. ഏതൊരു മത്സരത്തിലും ദമയന്തി പങ്കെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 1-ാം സ്ഥാനം ദമയന്തിക്കുള്ളതാണ്. അത്ര മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ദമയന്തി. ഈ ദമയന്തിയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ യൗവനയുക്തിയായ സമയത്ത്, ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ ഹംസം ആദ്യമായിട്ട് കാണുകയാണ് ഈ ദമയന്തിയെ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു കുട്ടി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന്. ആ ദമയന്തിയെ വിവാഹം കഴിക്കാൻ ദേവന്മാർക്ക് പോലും താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് കഥയിൽ പറയണത്. ദേവന്മാരൊക്കെ വരുന്നുണ്ട് ദമയന്തിയെ കല്യാണം കഴിക്കാൻ. ഇങ്ങനെയുള്ള ദമയന്തിയെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് ഹംസം നളന് കൊടുക്കുന്നത്. നളന്റെ സന്ദേശവുമായിട്ട് ആ ഹംസം വിദർഭയിലെത്തുന്നു. ദമയന്തിയോട് നളന്റെ വിവരങ്ങളും നളനെക്കുറിച്ചിട്ടുള്ള വർണ്ണനയൊക്കെ നടത്തുന്നു. ഇങ്ങനെ പരസ്പരം ഹംസത്തിൻ്റെ സന്ദേശത്തിലൂടെ അവർ തമ്മിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണ്. ആ സമയത്താണ് ദമയന്തിയുടെ വിവാഹം സ്വയംവരമായിട്ട് നടത്താൻ അദ്ദേഹം, ഈ ഭീമൻ എന്ന് പറയുന്ന രാജാവ്, തീരുമാനിക്കണത്. ആ സമയത്ത് നളനും അതിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടെങ്കിലും ദേവന്മാർ പറയുന്നത് നളനോട് ഞങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് താൻ പോയിട്ട് അദ്ദേഹത്തെ അറിയിക്കണം എന്നാണ്. വെച്ചാൽ നളൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ദേവന്മാർ ചെന്ന് പറയാൻ പറയുന്നത് നളനോട് തന്നെയാണ്. അങ്ങനെ നളൻ അന്തഃപുരത്തിൽ കയറി ദമയന്തിയോട് ഈ വാർത്തകളൊക്കെ പറയുന്നുണ്ട്. ദേവന്മാർ കൊടുക്കുന്ന ഒരു വിശേഷപ്പെട്ട മന്ത്രമൊക്കെ ചൊല്ലി ഇങ്ങനെ രൂപമൊക്കെ മാറിയിട്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും സ്വയംവര സമയത്ത് നളൻ്റെ അടുത്ത് 4 ദേവന്മാർ വന്നിരുന്ന് നളനെ പോലെ തന്നെയുള്ള രൂപത്തിൽ ഇരുന്നു എന്നാണ് കഥയിൽ പറയുക. അപ്പം ഈ ദമയന്തി മാലടാൻ വേണ്ടി വരണ സമയത്ത് നളനെ മാത്രമല്ല കണ്ടത്, നളൻ്റെ അതേപോലെ രൂപമുള്ള വേറെ 4 പേര് അതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ദമയന്തി ദേവന്മാരെ പ്രാർത്ഥിച്ചു, എനിക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള നളനെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നും ആ നളനെ ദമയന്തി പരിണയിച്ചു എന്നുമാണ് കഥ. ആ സമയത്ത് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. പങ്കെടുക്കാൻ വന്ന ദമയന്തിയും നളനും തിരിച്ച് നിഷാദ രാജ്യത്തിലേക്ക് പോയി. ഈ പങ്കെടുക്കാൻ വന്ന ദേവന്മാർ തിരിച്ച് സ്വർഗത്തേക്ക് പോണ വഴിക്ക് 2 പേരെ കണ്ടു എന്നാണ്. ഒരാളുടെ പേര് കലി എന്നാണ്, അടുത്ത ആളുടെ പേര് ദ്വാപരൻ എന്നാണ്. അവർക്കുണ്ടായിട്ടുള്ള ദേഷ്യം, ഒരു കേവലം മനുഷ്യൻ വന്ന് നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കലിബാധയിലേക്ക് നളനെ തള്ളിവിടുമെന്നും നളന്റെ സർവ്വ ഐശ്വര്യങ്ങൾ നശിപ്പിക്കുന്നും രാജ്യഭ്രഷ്ടനാക്കുന്നും എന്തിന് ദമയന്തിയെ നളനെ തന്നെ 2 പാത്രത്തിലാക്കി കാണിച്ചു തരാമെന്നും കലി അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യാണ്. അങ്ങനെയാണ് നളന് കലിബാധ ഉണ്ടാവുന്നത്. സഹോദരനായിട്ടുള്ള പുഷ്കരനുമായിട്ട് അദ്ദേഹം ചൂത് കളിക്കുന്നത്, സർവ്വതും നഷ്ടപ്പെടുന്നത്, രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ദമയന്തിയുടെ കയ്യും പിടിച്ച് കാട്ടിലേക്ക് പോകുന്ന നളനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അവിടെ വെച്ച് നളനെ ഒരു പാമ്പ് കടിക്കുന്നുണ്ട്. ദമയന്തിയെയും ഒരു പാമ്പ് ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു കാട്ടാളനാണ് ദമയന്തിയെ രക്ഷിക്കുന്നത്.
അതിനുശേഷം ആ കാട്ടാളൻ തന്നെ ദമയന്തിയെ വിവാഹാഭ്യർത്ഥന നടത്തുകയും ബലാത്സംഗം ചെയ്യാനൊക്കെ മുതിരുന്ന സമയത്ത് ദമയന്തിയുടെ പാതിവൃത്യം കൊണ്ട് കാട്ടാളൻ ഭസ്മായി പോയി എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പം എത്രയധികം ഉയർന്ന ഒരു പാതിവൃത്തിയുള്ള സ്ത്രീ ആയിരിക്കും ദമയന്തി എന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള ആ ദമയന്തിയുടെ കുറച്ചു കാലത്തുള്ളൊരു അജ്ഞാതവാസം, അവിടെ നിന്ന് ഈ വിദർഭയിലെ രാജാവ് ദമയന്തിയെ തേടിപ്പിടിക്കുന്നത്, വീണ്ടും ദമയന്തി വിദർഭയിൽ എത്തുന്നത്, പിന്നീട് തൻ്റെ ഭർത്താവായിട്ടുള്ള നളനെ മാത്രമേ ഇനിയും താൻ വിവാഹം കഴിക്കുള്ളൂ, മറ്റൊരു വിവാഹത്തിന് ഞാൻ പോവില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ താമസിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെയാണ് പിന്നീടുള്ള നളചരിതം കഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ദമയന്തി എന്ന് വിളിക്കപ്പെടുന്ന ആ രാജകുമാരിയുടെ ഒരു ശ്രേഷ്ഠത നോക്കൂ. തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് ഭസ്മാക്കാൻ സാധിക്കുന്ന പെൺകുട്ടികൾ, രാജകുമാരിമാർ ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ വനിതാ സമ്പത്തിനെ കുറിച്ച്, അവർക്കുണ്ടായിരുന്ന അറിവിനെക്കുറിച്ച്, അവരുടെ പാതിവൃത്യത്തെക്കുറിച്ചൊക്കെ ഉണ്ടാവുന്ന അഭിമാന ബോധം എത്രത്തോളം ഉണ്ടാവുമെന്ന് സ്വയം നമ്മൾ ആലോചിച്ച് നോക്കുക. വെറും നളൻ്റെയും ദമയന്തിയുടെയും ഒരു പ്രണയ കഥയായിട്ട് മാത്രം വെറുതെ നളചരിതത്തെ കാണാതെ ഇങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങൾ കൂടി നളചരിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അങ്ങനെയുള്ള ആ ദമയന്തിയുടെ കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിച്ചത്. ഇനി നളചരിതത്തിലുള്ള 2 കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടി വരുന്ന ദിവസം നമുക്ക് അനുസ്മരിച്ച് ഈ കഥ അവസാനിപ്പിക്കാം. ഏതായാലും അടുത്ത ഒരു രംഗവുമായിട്ട് നളചരിതത്തിലെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഈശ്വര ചൈതന്യം ഒന്നേയുള്ളൂ എന്നും ആരാധകരുടെ തൃപ്തിയും സൗകര്യവും അനുസരിച്ചാണ് ദൈവങ്ങൾക്ക് രൂപഭാവങ്ങൾ കൈവരുന്നതെന്നും നമുക്കറിയാം. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇത് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആശ്രിത വത്സലനും ഭക്തരക്ഷകനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും നൽകി വരുന്ന ഒരു ക്ഷേത്ര സങ്കേതമത്രേ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നവരാഗമധുമാലിക സംഗീതമോ വേണുഗോപൻ ആദിസംഗീത സ്വരപത്മനാഭൻ. ഭാരതീയ പുരാണങ്ങളിലെയും മഹാഭാരതത്തിലെയും മുഖ്യ കഥാപാത്രമായ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നത്രേ. ഭക്തിയുടെയും കാവ്യഭാവനയുടെയും പ്രണയസങ്കല്പത്തിൻ്റെയും സാക്ഷാത്കാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഗീതമോ വേണുഗോപൻ ആദിസംഗീത സ്വരപത്മനാഭൻ. ദേവകിയുടെ സഹോദരനായ കംസനെ ശ്രീകൃഷ്ണൻ വധിക്കും എന്ന പ്രവചനത്തെ ഭയന്ന കംസൻ ആ ദമ്പതിമാരെ തടവിലാക്കുകയും അവരുടെ ആദ്യ സന്താനങ്ങളെയെല്ലാം വധിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ ജനിച്ച ഉടൻ തന്നെ വാസുദേവൻ ആ ശിശുവിനെ അമ്പാടിയിലെത്തിക്കുകയും അവിടെ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനായി ശ്രീകൃഷ്ണൻ വളരുകയും ചെയ്തു. മധുരയിൽ ജനിച്ച് അമ്പാടിയിൽ വളർന്ന ശ്രീകൃഷ്ണൻ ബാല്യകാല വിനോദങ്ങളിൽ പോലും ഈശ്വര ചൈതന്യം പ്രസരിപ്പിച്ചിരുന്നു. തൻ്റെ ശിശുപ്രായത്തിൽ തന്നെ വധിക്കാനെത്തിയവരെയും അവരെ അതിന് നിയോഗിച്ച കംസനെയും സ്വന്തം കൈകൊണ്ട് നിഗ്രഹിച്ച് മരണത്തിലും അവർക്ക് സായുജ്യം നൽകി. ലോകങ്ങളാരോഹണം ആഗാധലോകങ്ങളവരോഹണം അനാദികാലമാം തമ്പുരുവിൽ പരമാത്മശ്രുതി പ്രേമ സഞ്ച. മായാബദ്ധമായ ലോകത്ത് മായക്കണ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കർമ്മനിരതവും സജീവവുമായ ആ ജീവിതത്തിൽ ആദർശവും പ്രായോഗികതയും സമന്വയിക്കുന്നു.
വനവേണുവിൽ നാഥ ഭാരത സംസ്കാരം അനുശാസിക്കുന്ന ആധ്യാത്മികതയും ഭൗതികമായ തലത്തിലുമെല്ലാം പൂർണ്ണനായ കൃഷ്ണനിൽ ഗുരുസങ്കല്പം പൂർണ്ണത നേടുന്നു എന്നാണ് വിശ്വാസം. മാലിക സംഗീതമോ വേണുഗോപൻ ആദിസംഗീത സ്വര പത്മനാഭൻ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം കുടികൊള്ളുന്നത്. പീരുമേട് ടൗണിൽ നിന്നും ഏതാണ്ട് 1/4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം തത്തമ്പള്ളിയിൽ കാലഹരണപ്പെട്ട ദേവചൈതന്യത്തെ ആവാഹിച്ചാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത്. മധുരയിൽ പണികഴിപ്പിച്ചു കൊണ്ടുവന്നതാണ് ഇവിടുത്തെ മൂലബിംബം എന്നാണ് കരുതപ്പെടുന്നത്. അഞ്ചിന്ദ്രിയങ്ങൾ എൻ സ്വരസാധകം 5 പ്രാണങ്ങളാലാപനം. കൊല്ലവർഷം 1114 ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടുവെങ്കിലും 1122 വരെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ കൃത്യമായി നടത്തിയിരുന്നില്ല. അങ്ങനെയിരിക്കെ കൊല്ലവർഷം 1122 ഇടവമാസം 26-ാം തീയതി മഹാരാജാവിന് കണ്ണന്റെ സ്വപ്നദർശനമുണ്ടാവുകയും ദർശനത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഈ ആവശ്യപ്പെടൽ ക്ഷേത്രത്തിലെ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അന്നു മുതൽ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആരംഭിക്കുകയും പ്രതിഷ്ഠാ ദിനവും ഉത്സവവും പ്രത്യേകമായി നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. പടിഞ്ഞാറേക്ക് ദർശനമായാണ് ശ്രീകൃഷ്ണസ്വാമി പീരുമേട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ദിവസേന 3 പൂജയും ശീവേലിയുമാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തിവരുന്നത്. തൃക്കൈ വെണ്ണയുമായി നിൽക്കുന്ന ഭാവമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക്. മനയത്താറ്റില്ലത്തേക്കാണ് ഇവിടുത്തെ തന്ത്രാധികാരം. जय कृष्ण मुकुंद मुरारे, जय कृष्ण मुकुंद मुरारे, जय कृष्ण मुकुंद मुरारे, जय कृष्ण मुकुंद मुरारे. അമ്പലവാതിൽ തുറക്കും നേരം തുമ്പികളിൽ ഹരിനാമം, അമ്പലവാതിൽ തുറക്കും നേരം തുമ്പികളിൽ ഹരിനാമം. പൊൻപദനാളം തേടും സൂര്യന് ചുണ്ടുകളിൽ ഹരിരാഗം, പൊൻപദനാളം തേടും സൂര്യന് ചുണ്ടുകളിൽ ഹരി. നമുക്കെങ്ങനെയാണ് സുന്ദരികളും സുന്ദരന്മാരുമാകാൻ കഴിയുക? ചമയക്കോപ്പുകളും വസ്ത്രവിധാനങ്ങളും കൊണ്ട് അതിന് കഴിയും. എന്നാൽ അതിലൂടെ ആകർഷിക്കപ്പെടുന്നതെല്ലാം അതിവേഗം അകന്നു പോകും. വശ്യമായ സ്വഭാവം കൊണ്ട് നാം ആകർഷിച്ച് അടുപ്പിക്കുന്നത് ദീർഘകാലം നമ്മോട് ചേർന്ന് നിൽക്കും. അപ്പോൾ സ്ഥായിയായ സൗന്ദര്യം രൂപത്തിലല്ല, സ്വഭാവത്തിലാണ് എന്ന് വേണം കണക്കാക്കാൻ. വാക്കിലും നോക്കിലും കർമ്മത്തിലും സൗന്ദര്യം കൊണ്ടുവരാൻ കഴിയണം. നിങ്ങൾ ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.